ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. രേണുക വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എരിപിരി കൊണ്ട് നടക്കുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും വൈദ്യയോടൊന്നും ചോദിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിനെയും മേഘയെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പിന്നെ വൈദ്യയുടെ കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ നോക്കണം. കല്യാണം നടന്നു കഴിഞ്ഞാൽ തന്നെ അവളുടെ ഭ്രാന്ത് പകുതി ഒടുങ്ങും. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് കോർത്തിരിക്കുമ്പോഴാണ് പുറത്തേക്ക് പോയ മേഘയും സിദ്ധാർത്ഥും തിരികെ വന്നത്. ചിരിച്ചു കളിച്ചു വരുന്ന തന്റെ മക്കളെ കണ്ട് രേണുക്ക് തന്റെ ദേഹമാകെ പുകയുന്ന പോലെ തോന്നി. അമ്മേ, ഇത് അമ്മയ്ക്കാ. വലിയ കവർ നീട്ടി മേഘ പറഞ്ഞപ്പോൾ ഇതെന്താണെന്ന് മറ്റേ രേണുക അവളെ നോക്കി. അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഇങ്ങനത്തെ ഒരു കസേര വേണമെന്ന്? അതായത് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആണോ? മേഘ അത് പറഞ്ഞപ്പോൾ രേണുക കഷ്ടപ്പെട്ട് ഒരു ചിരി മുഖത്ത് വരുത്തി. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയിൽ ബീൻ ബാഗ് കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ മേഘയോട് തമാശക്ക് അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവൾ തപ്പിപ്പിടിച്ച് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. മോളെ, ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്ക്, അമ്മ ഇപ്പൊ വരാം. സിദ്ധാർത്ഥിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് കരുതി രേണുക അവളോട് അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചിരിയോടെ സാധനങ്ങളും പെറുക്കിയെടുത്ത് അവൾ അകത്തേക്ക് പോവുകയും ചെയ്തു. കാറൊക്കെ ലോക്ക് ചെയ്ത് അകത്തേക്ക് കയറി വരികയായിരുന്നു സിദ്ധാർത്ഥ അന്നേരം. സിധു, ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മേ? രഹസ്യം പറയാനെന്ന പോലെ രേണുക വിളിക്കുന്ന കണ്ടപ്പോൾ അവൻ വേഗം അടുത്തേക്ക് ചെന്നു. മോനെ, പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ഇവിടെ നീയും മേഘയും നിൽക്കും തോറും അമ്മയ്ക്ക് ആദ്യ നിങ്ങൾ എന്നാ തിരിച്ചു പോകുന്നത്? ഓ, അതായിരുന്ന കാര്യം. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും പോകണം. ഞാൻ മേഘയും കൂട്ടി പോയിക്കോളാം. അവൻ കാവിൽ നിന്നുള്ളിക്കൊണ്ട് പറഞ്ഞപ്പോൾ രേണുക്ക് ആശ്വാസം തോന്നി. സിദ്ധാർത്ഥ് നേരെ മേഘയുടെ അടുത്തേക്ക് ചെന്നു. തെർമോകോളിന്റെ കുഞ്ഞു ബോളുകൾ നിറക്കിയായിരുന്നു അവൾ ബാഗിനുള്ളിൽ. പുറകിലൂടെ ചെന്ന് സിദ്ധാർത്ഥ് അവളെ ചുറ്റിപ്പിടിച്ചു. മേഘ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെന്നൈക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ വരണമെന്ന്. നമുക്ക് നാളെ വൈകുന്നേരം പോകണം. ആളുടെ കാതോരം ചേർന്ന് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ ചുളിഞ്ഞ മുഖത്തോടെ മേഘ അവനെ തിരിഞ്ഞു നോക്കി. സിദ്ധുവേട്ടാ, ഇപ്പോഴോ? അത് പറ്റില്ല, ഞാനിവിടെ നിന്നോളാം. സിദ്ധുവേട്ടൻ പോയിക്കോ. ഇവൾ എന്താണ് ഇങ്ങനെ പറയുന്നോർത്ത് സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. എന്താ മേഘ ഇത്? ഞാനൊന്ന് പറഞ്ഞല്ലായിരുന്നു നിന്നെ അവിടേക്ക് കൊണ്ടുപോയി ഒന്ന് അവിടേക്ക് ഒരുമിച്ച് ചുറ്റാന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോ പരിഭവത്തോടെ അവൻ തന്റെ മേളെ കൈയെടുക്കാൻ നോക്കിയപ്പോൾ മേഘതിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും പിണങ്ങിയോ? അവന്റെ വീർത്ത കവളിൽ അവൾ തന്റെ ചെറുവിരൽ കൊണ്ട് പതിയെ ഒന്ന് കുത്തി. സിദ്ധേട്ടാ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലായിരുന്നു ഹസ്നത്തെയും മക്കളും ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകുന്നു. അവരുടെ പോക്കിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി. അടുത്ത ആഴ്ച തന്നെ പോകുന്ന പറഞ്ഞ്. അപ്പൊ എനിക്ക് കേക്ക് ഷോപ്പിൽ പോയി തുടങ്ങേണ്ടി വരും. ഞാൻ സിദ്ധുവേട്ടൻ്റെ കൂടെ വന്നാൽ അതൊക്കെ അവതാളത്തിലാവും. ഹസ്നത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നിട്ടായാലും ഓർഡറുകൾ എടുക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഷോപ്പിലേക്ക് തന്നെ പോകേണ്ടി വരും. സിദ്ധുവേട്ട അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നല്ലല്ലോ പോകുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോരുമല്ലോ. ഒരു 3-4 ദിവസം അതിനുള്ളിൽ വരില്ലേ? ഹസ്നത്ത് തിരികെ വരുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് പോവാം. കവളിൽ തലോടിക്കൊണ്ട് മേഘ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് എന്തു പറയണമെന്ന് അറിയാതെയായി. മേഘ നേരത്തെ ഈ കാര്യം പറഞ്ഞിരുന്നതാണ്. തനിക്കാണെങ്കിൽ 3-4 ദിവസത്തെ ആവശ്യമേ അവിടെയുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് പോയാൽ മതി. അമ്മയോട് ഇപ്പം എന്തു പറയും? അമ്മ പറഞ്ഞ കാര്യമാണെങ്കിൽ ഇവളോട് പറയാനും പറ്റില്ല. ചിലപ്പോൾ ഭയന്നു പോയാലോ? മേഘ കടുത്ത ഈശ്വരവിശ്വാസിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൾ ഉറപ്പായും അതും വിശ്വസിച്ചിരിക്കും. വെറുതെ എന്തിനാണ് അവളെ കൂടെ പേടിപ്പിക്കുന്നത്? അമ്മയോടെങ്കിലും പറഞ്ഞു നിർത്താമെന്ന് സിദ്ധാർത്ഥ് കരുതി. ദേ, ഇത് കഴിഞ്ഞ് സിദ്ധുവേട്ടാ, എന്താ ആലോചിക്കുന്നത്? ബീൻ ബാഗ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ അവരെന്തോ ആലോചിച്ച് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. ഏയ്, ഒന്നുമില്ലണം, ഞാൻ പോയാലുള്ള കാര്യങ്ങളൊന്നും ഓർത്തതാ. സിദ്ധാർത്ഥ ആ ബീൻ ബാഗ് മൊത്തത്തിലൊന്ന് പരിശോധിച്ചു കൊണ്ട് പറഞ്ഞു. സിദ്ധുവേട്ടന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഏയ്, എനിക്കെന്ത് പരിപാടി? ഒന്നുമില്ല. എന്നാൽ ഇന്ന് വൈകുന്നേരം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. 2 ദിവസമായി വിചാരിക്കുന്നു. മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ സിദ്ധുവേട്ടാ. അതെന്തു പറ്റി മേഘ? അറിയില്ല, എന്തോ ഒരു വിഷമം പോലെ. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് കൂടെ കയറിയിട്ട് വരാം. കുറച്ചാളെ അമ്മുവിനെയും അപ്പുവിനെയും കണ്ടിട്ട്. എന്നാ പിന്നെ പോയേക്കാം. വേഗം ഒരുങ്ങി പോയോ? പുഞ്ചിരിയോടെ സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ മേഘ ഉത്സാഹത്തോടെ വേഗം ഡ്രസ്സ് മാറ്റിയിടാനായി പോയി. പോകുന്ന കൂട്ടത്തിൽ അവൾ രേണുകയും വിളിച്ചു. ആകെ മനസ്സമാധാനം ഇല്ലാതിരുന്നവർ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ വരാമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പായി സിദ്ധാർത്ഥ് രേണുകയോട് മേഘ തന്റെ കൂടെ ചെന്നൈയിലേക്ക് വരുന്നില്ലെന്ന കാര്യം പറഞ്ഞതും ഒന്നുകൂടെ സൂചിപ്പിച്ചു. അതോടുകൂടി അവരുടെ ആദ്യ ഇരട്ടിയായി. വിശേഷ ദിവസമൊന്നും അല്ലാത്തതിനാൽ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രേണുക മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. മേഘയെ നന്നായി ശ്രദ്ധിച്ചു നോക്കിയ പൂജാരി ആരും പറയാതെ തന്നെ ജപിച്ച് അവൾക്കൊരു ചരട് കൊടുത്തു. പ്രാർത്ഥനയോടെ ഇത് കൈ കെട്ടിക്കോളൂ. കുറച്ച് മോശം സമയ, എന്നാലും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടും. മേഘ അത് വാങ്ങി പ്രാർത്ഥനയോടെ നിന്നു. രേണുക സിദ്ധാർത്ഥിനെ നോക്കിയപ്പോൾ അവനും പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുകയായിരുന്നു. രേണുക തന്നെ മേഘയുടെ കയ്യിലേക്ക് അത് കെട്ടിക്കൊടുത്തു. ഇപ്പൊ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. മേഘ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനൊപ്പം വിടാമെന്ന് വിചാരിച്ചതായിരുന്നു അവർ. ഇനിയിപ്പോ വേണ്ട, അവൾ എന്തായാലും ഇവിടെ നിൽക്കട്ടെ. വരാനുള്ള വഴിയിൽ തങ്ങില്ലല്ലോ, വരിക തന്നെ ചെയ്യും. വരുമ്പോ നോക്കാമെന്ന് രേണുക കരുതി. വൈദേഹിയുടെ കല്യാണം നോക്കി തുടങ്ങാൻ പരമേശ്വരനോട് ഇന്ന് തന്നെ പറയണമെന്ന് അവർ തീരുമാനിച്ചു.
എന്താണെന്നറിയില്ല, ആപത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ വൈദേഹിയുടെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അമ്മേ വാ. ആലോചിച്ച് നിന്ന രേണുകയെ മേഘയാണ് പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയത്. നേരെ അവർ പോയത് മേഘയുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴി സിദ്ധാർത്ഥ് മേഘയുടെ വീട്ടിലേക്ക് നിറയെ പലഹാരങ്ങളും മറ്റും വാങ്ങിയിരുന്നു. അമ്മുവും അപ്പുവും ട്യൂഷനും കഴിഞ്ഞ് വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. മേഘയെ കണ്ടപ്പോൾ രണ്ടെണ്ണം കൂടി ചാടിയോടെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നടി? കുഴപ്പമില്ല ചേച്ചി, ഒത്തിരി പഠിക്കാനുണ്ട്. രണ്ടും നന്നായി പഠിച്ചേക്കണം. രണ്ടുപേരും ഒരുപോലെ തലയാട്ടി. അവരുടെ തോളിലും കൈയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മേഘ അകത്തേക്ക് കയറി. ആൾക്ക് മുമ്പേ രേണുകയും സിദ്ധാർത്ഥും. ഗീത അവരെയൊക്കെ സ്വീകരിച്ചിരുത്തി. ഗീത വിളിച്ചു പറഞ്ഞപ്പോൾ സുധാകരനും വേഗം വീട്ടിലേക്ക് നടന്നു. സിദ്ധാർത്ഥിന്റെ അടുത്ത് പിള്ളേര് കൂടിയപ്പോൾ മേഘ പതുക്കെ അടുക്കള വശത്തേക്ക് ഇറങ്ങി. രേണുകയും ഗീത അടുക്കളയിൽ നല്ല സംസാരത്തിലാണ്. പറ്റിയാൽ ആവണിയെയും ജിനിയെയും ഒന്ന് കാണണം. ആവണിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇതുവരെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അവരെ കാണാനായി ജീവന്റെ വീട്ടിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം ജീവനെ കാണുന്നത് തന്നെ. രണ്ടാമത്തേത് സുമതി അപ്പച്ചി ചൊറിയുന്ന വർത്തമാനം പറയും. പണ്ടേ വല്ലാത്ത നാക്കാണ്, ഇപ്പൊ ഒന്നുകൂടെ കൂടി. അമ്മിത്തറയുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുമ്പോൾ കണ്ടു ആവണിയുടെ അടുക്കള ഭാഗത്ത് നിന്നുകൊണ്ട് മുറത്തിൽ നിന്ന് എന്തോ എടുത്ത് പുറത്തേക്ക് എറിയുന്നത്. ആവണി! മേഘ കുറച്ച് ഉറക്കെ വിളിച്ചു. വിളി കേട്ട് ആവണി ചുറ്റും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കൈ കാണിച്ച് അടുത്തേക്ക് വിളിക്കുന്ന മേഘയെ. ആവണി കയ്യിലിരുന്നിരുന്ന മുറ അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള ചെറിയ ഗേറ്റും തുറന്ന് നേരം മേഘയുടെ അടുത്തേക്ക് ഓടി വന്നു. അയ്യോ ഓടേണ്ട, പതുക്കെ വന്നാ മതി. മേഘ ധൃതി പിടിച്ച് ആവണിയുടെ അടുത്തേക്ക് ചെന്നു. മേഘ എപ്പോ വന്നു? ആവണി കിതച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പൊ തന്നെ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി വെറുതെ കയറിയതാ. നിന്നെയും ജിനിയൊന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്നാൽ സുമതി അപ്പച്ചി എന്തെങ്കിലുമൊക്കെ പറയും, അതുകൊണ്ടാ ഇവിടെ നോക്കിയത്. നിനക്ക് ബുദ്ധിമുട്ടായോ? മേഘ ആവണിയുടെ കൈ പിടിച്ച സ്നേഹത്തോടെ ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ മേഘയൊന്ന് കാണാൻ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാണെന്ന് മേഘ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആവണി കരഞ്ഞു തുടങ്ങിയിരുന്നു. ആവണി നീ എന്തു പറ്റി? കരയില്ലേടി? കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആവണിയുടെ കരച്ചിൽ കണ്ടപ്പോൾ മേഘക്കും സങ്കടം വന്നു. നീ ഇങ്ങോട്ട് വന്നേ. അടുക്കളയിൽ നിന്ന് എത്തി നോക്കിയാൽ തങ്ങൾ രണ്ടുപേരും അമ്മയ്ക്കോ രേണുകാമ്മയ്ക്കോ കാണാം. മേഘ അവളെയും കൊണ്ട് അലക്കലിന്റെ അരികളുടെ ഇരുമ്പമ്പുള്ളിയുടെ ചുവട്ടിലേക്ക് മാറിയുന്നു. ഇനി പറ, എന്താ അയാൾ നിന്നെ ഉപദ്രവിച്ചോ? ജീവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് മേഘ ചോദിച്ചത്. അതൊക്കെ സ്ഥിരമുള്ളല്ലേ മേഘ, എനിക്കിപ്പോൾ അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെന്താടി, വീട്ടിൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ എന്തായാലും ഞാൻ സഹിക്കായിരുന്നു. ഇതിപ്പോൾ അതല്ല. സിദ്ധേട്ടൻ്റെ കസിനില്ലേ ഒരു പെണ്ണ്, കുറെ മുടിയൊക്കെയുള്ള, അവളായിട്ടാ ഇപ്പൊ ജീവേണ്ട കൂട്ട്. ആര്? വൈദേഹി ചേച്ചിയോ? അവരുടെ കൂട്ട് കുറച്ചു മുമ്പേ ശ്രദ്ധിച്ചതായിരുന്നെങ്കിലും ആവണിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ മേഘക്ക് ആകെ ഒരു ഭയം തോന്നി. ആ പെണ്ണ് തന്നെ. അത് ആവണി വൈദേഹി ചേച്ചി ജീവന്റെ ഫൈനാൻസിൽ എന്തോ പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ആ കൂട്ടായിരിക്കും. നീ ഓരോന്നോർത്ത് വിഷമിക്കണ്ട. വയറ്റിലിപ്പോൾ ഒരാളുടെ സമയ. മേഘ ആവണിയുടെ വയറിൽ വാത്സല്യത്തോടെ പതിയും തലോടി. മേഘ ഇൻവെസ്റ്റ് ചെയ്ത ബന്ധമൊന്നുമല്ല അവർ തമ്മിൽ. 24 മണിക്കൂറും ഫോൺ വിളിയാ. ആദ്യമൊക്കെ ഒരു ഒളിയും മറയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുത്തി ഓരോന്ന് ചോദിച്ചാൽ പിന്നെ എന്തോ വാശി തീർക്കുന്ന പോലെ ഇപ്പം എൻ്റെ മുന്നിൽ വെച്ചിട്ടൊക്കെയാ. എപ്പോഴും ചാറ്റിങ്ങും ഉണ്ട്. വിളി കൂടാ ചാറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ബിസിനസ് പാർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനെന്തൊക്കെയോ ശരിയായുള്ള പോലെ തോന്നുന്നു മേഘ. ആവണി അതും പറഞ്ഞ് ഏങ്ങി കരഞ്ഞുപോയി. എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നല്ലേ, ജീവനെ അധികം ഒന്ന് ആലോചിച്ചുകൂടെ? മേഘക്ക് അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. കാര്യങ്ങളപ്പോൾ അത്രയും വരെയൊക്കെ എത്തി. നീ സമാധാനമായിട്ടിരിക്കുക ആവണി, എല്ലാം ശരിയാവും. ഞാൻ സിദ്ധുവേട്ടനോട് അമ്മയോട് വിവരം പറയാം. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അയാൾ നിനക്ക് എന്തെങ്കിലും സ്വൈര്യക്കേടുണ്ടാക്കുന്നെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്ക്. പിന്നെ വീട് ആർക്കും ഞാൻ ചെന്ന് നിൽക്കലൊന്നും വലിയ താല്പര്യമില്ല. ഇയാൾ ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പോലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞ ആൾക്കാരാ. അവരുടെ അടുത്ത് പോകുന്നതിലും ഭേദം ഇയാളുടെ തല്ലും കൊണ്ട് ഇവിടെ നിൽക്കുന്ന. നിസ്സംഗഭാവത്തിൽ ആവണി പറയുന്നത് കണ്ടപ്പോൾ വല്ലാത്ത നൊമ്പരം തോന്നി. പാവം പെൺകുട്ടി വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. പോവാൻ സമയമായിട്ടും മേഘയെ കാണാതെയായപ്പോൾ അന്വേഷിച്ചു വന്നതായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോഴാണ് ആവണി കരയുന്നതും മേഘ ആശ്വസിപ്പിക്കുന്നതൊക്കെ കണ്ടത്. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും താൻ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ് വേഗം തന്നെ അവിടുന്ന് പോയി. ആവണിയെ കാണാതെയായപ്പോൾ അന്വേഷിച്ചിറങ്ങി വന്നായിരുന്നു ജിനി. മേഘയെ കൂടെ കണ്ടപ്പോൾ അവൾ ഓടി വന്നു. അവളെ കണ്ടപ്പോൾ ആവണി കണ്ണൊക്കെ തുടച്ച് കരയാത്ത ഭാവത്തിൽ നിന്നു. മേഘെ, ഒരു വിശേഷം കേട്ടോ. ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ അത് പറയാൻ മറന്നു. നമ്മുടെ ജിനിയുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്തിനെ കാണും. ആവണി അത് പറഞ്ഞു. ജിനിയുടെ മുഖത്ത് നാണം പരന്നു. ആണോടി? ചെറുക്കൻ എവിടുന്നാ? മേഘ അവളുടെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് ചോദിച്ചു. ചെറുക്കൻ ജീവേണ്ട ഏതോ ഇൻവെസ്റ്ററുടെ മോനാ, നല്ല കാശിറക്കിയാണെന്നാ പറഞ്ഞു. ഇവിടുന്ന് വീട് കാണാൻ പോയവർ അതെന്നെ പറഞ്ഞു. ജീവന്റെ പേര് പറഞ്ഞു മേഘയുടെ മുഖം വാങ്ങി. ഒന്നും കാണാവൻ ജിനി എത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടില്ലെന്ന് അവൾക്ക് തോന്നി. ജിനി ഒരു പാവാണ്. അവളുടെ ജീവിതം നന്നായിരിക്കട്ടെ എന്ന് അവൾ പ്രാർത്ഥിച്ചു. കുറച്ചേരം കൂടെ അവരോട് വർത്താനം പറഞ്ഞിട്ടാണ് മേഘ തിരികെ വീട്ടിലേക്ക് കയറിയത്. അപ്പോഴേക്കും സുധാകരനും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചേരം അയാളോട് വർത്തമാനം പറഞ്ഞ് മൂന്നാളും പോവാനിറങ്ങി. വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സിദ്ധാർത്ഥിന് മേഘയെ തനിച്ച് കിട്ടിയത്. വൈദേഹി രാത്രി വന്നുവെങ്കിലും മേഘ അവളെ ശ്രദ്ധിക്കാനേ പോയില്ല.
അല്ലെങ്കിലും അന്നത്തെ ജീവന്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം മേഘയെ കാണുമ്പോൾ ഒരു പോരുകോഴിയെ പോലെയാണ് വൈദേഹി നോക്കിയിരുന്നത്. മേഘക്കാണെങ്കിൽ ഇന്ന് ആവണി പറഞ്ഞ കാര്യം കൂടിയായപ്പോൾ വൈദേഹിയുടെ വല്ലാത്ത വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ഇന്നെന്തായിരുന്നു രണ്ടാളും കൂടെ? ആ കുട്ടി എന്തിനാ കരഞ്ഞിരുന്നത്? കിടക്ക് വിരി കുടഞ്ഞു വിരിക്കുന്ന നേരം സിദ്ധാർത്ഥ് മേഘയെ സഹായിച്ചുകൊണ്ട് ചോദിച്ചു. അതിനല്ല സിദ്ധേട്ടാ, അയാളെ കൊണ്ട് അവൾക്ക് ഭയങ്കര ഉപദ്രവാത്രേ. ഒരു മോളായിട്ട് വീട്ടിലാരും സപ്പോർട്ട് ചെയ്യാനില്ല. അതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയതാ. സിദ്ധാർത്ഥ് നാളെ പോവാൻ നിൽക്കുകയാണ്. അതിനിടയിൽ വൈദേഹിയുടെ കാര്യം സിദ്ധാർത്ഥിനോട് പറയേണ്ടത് മേഘയ്ക്ക് തോന്നി. തിരിച്ചു വരുമ്പോൾ സ്വസ്ഥമായിട്ട് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ, സ്വന്തം കാലം നിൽക്കാനോ? എന്തിനാ അവൻ്റെയൊക്കെ ഉപദ്രവം സഹിച്ച് നിൽക്കുന്നത്? സിദ്ധേട്ടാ, അവളിപ്പോൾ പ്രഗ്നന്റ് കൂടിയല്ലേ, പെട്ടെന്ന് തീരുമാനം അവളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. പ്രഗ്നന്റ് ആയ എന്താ പ്രശ്നം മേഘ? ഇങ്ങനെ സ്നേഹമില്ലാത്തടത്ത് കടിച്ചു പിടിച്ച് നിൽക്കണോ? ചില സ്ത്രീകൾ ഇമോഷണൽ ഫൂളുകളായിരിക്കും സിദ്ധേട്ടാ. അവർക്ക് പെട്ടെന്നൊന്നും ബന്ധങ്ങളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല. പലതും അവർ പിന്നോട്ട് വലിക്കും. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാനല്ലാതെ അവളുടെ ജീവിതത്തിൽ കയറി തീരുമാനിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അവളൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പോരാൻ പറയാം. എന്നിട്ട് നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കാം. ഇമോഷണൽ ഫൂൾ എന്ന് മേഘ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് തന്റെ പഴയ കാര്യമാണ് ഓർത്ത്. വൈദേഹി വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ കുളത്തിൽ ചാടി മരിക്കാൻ പോയ തന്നെ. അയ്യേ, അത് ഓർത്തപ്പോൾ തന്നെ സിദ്ധാർത്ഥിന് നാണക്കേട് തോന്നി. അവനറിയാതെ തന്നെ ചിരിക്കുകയും ചെയ്തു. എന്താ സീതേട്ടാ? ഏയ് ഒന്നുമില്ല, ഞാൻ എൻ്റെ ഒരു മണ്ടത്തിൽ ഓർത്താ. അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പൊന്നും കൊടുത്തിനെങ്കിൽ കിട്ടുമായിരുന്നോ? ആളെ ചുറ്റി പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ മേഘ നാണം കൊണ്ട് ചുവന്നു പോയി. അതെന്ത് മണ്ടത്തരം? മുമ്പ് ആ സംഭവമൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യം ഓർമ്മയില്ലാതെ മേഘ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഒരു കള്ളശ്ശേരി ഇരിച്ചു. അതെ, മറ്റേ ആ കുളത്തിച്ചാടികാരി. കാര്യം മനസ്സിലായപ്പോൾ മേഘ പരിസരം മറന്ന് പൊട്ടിച്ചിരിച്ചു. സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ചെറിയൊരു ചമ്മല് തോന്നി. അതിനിപ്പോ തന്നെ ചിരിക്കുന്നത്? ആകെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. അന്ന് വെളിവില്ല എന്തോ ചെയ്തെന്ന് വെച്ചിട്ട്. അയ്യേ, എന്നാലും മേഘ ചിരി നിർത്താൻ പാവമില്ലാതെ വീണ്ടവനെ കളിയാക്കി. അത് കുറച്ചു നേരം സഹിച്ചെന്നെങ്കിലും പിന്നെ അത് തുടർന്നപ്പോൾ ഒരു കൈ കൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവളെയും കൊണ്ട് സിദ്ധാർത്ഥ് കട്ടിലേക്ക് വീണു. സിദ്ധുട്ടി, എന്താ ഇത്? കഴിഞ്ഞിട്ടില്ല. കയ്യിലിരിക്കുന്ന പില്ലോ കവർ ഉയർത്തി കാണിച്ചുകൊണ്ട് മേഘ പറഞ്ഞു. വേണ്ട, കഴിയണ്ട. നിന്റെ ചിരിയൊക്കെ കഴിഞ്ഞിട്ട് മതി ഇനിയുള്ളത്. അവളുടെ കവിളിലൂടെ പതിയെ വിരൽ ഓടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ഇനി ചിരിക്കില്ല, വീട്ട്. ഒന്ന് കൊഞ്ചിക്കൊണ്ട് മേഘ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കുകയാണ് ചെയ്ത്. കുറച്ചു നേരം കുതിരി നോക്കിയെങ്കിലും അവൻ പിടിവിടാതെയായപ്പോൾ അവളും അടങ്ങിക്കിടന്നു. സിദ്ധാർത്ഥിന്റെ അത്തരങ്ങൾ അവളുടെ കവിളിലും ചുണ്ടുകളിലുമൊക്കെ ഇടതടവില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. സിദ്ധേട്ടാ. പരസ്പരം നഗ്നരായി പുണർന്നുടങ്ങിയപ്പോൾ മേഘ അവനെ പതിയെ വിളിച്ചു. എന്താടാ? അവളുടെ കാതരിയിൽ തന്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. എന്റേതൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, സൂക്ഷിച്ചോണേ, അല്ലെങ്കിൽ ഒരാളൂടെ നമ്മുടെ ഇടയിലേക്ക് വരും. ഒരു സ്വകാര്യം പോലെ സിദ്ധാർത്ഥിന്റെ കാതിലേക്ക് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അവളെ ചുണ്ടുകൾ കൂർപ്പിച്ച് നോക്കി. വൈദേഹിയുടെ കല്യാണത്തിന് മുമ്പ് സിദ്ധാർത്ഥിന്റെ കല്യാണം കഴിഞ്ഞ കാരണം സിദ്ധാർത്ഥിന് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അച്ഛമ്മക്ക് വിഷമാവത്രേ എന്ന് മുമ്പ് വൈദേഹി പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ. അതല്ല, വൈദേഹി ചേച്ചിയുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയ അച്ഛമ്മയ്ക്ക് സങ്കടാവില്ലേ? കണ്ണുകൾ വിടർത്തിക്കൊണ്ട് മേഘ നിഷ്കളങ്കമായി ചോദിച്ചപ്പോൾ അവൻ കൊതിയോടെ അവിടെ മഷി എഴുതിയ കണ്ണുകളിൽ ചുംബിച്ചു. അച്ഛമ്മക്ക് സങ്കടോ? ഇന്നലെ കൂടി എന്നോട് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിനെ കൂടെ കണ്ടിട്ട് വേണം അച്ഛമ്മക്ക് മരിക്കാനെന്ന്. ഇതിപ്പോ എന്താ ഇങ്ങനൊരു ചോദ്യം? സിദ്ധാർത്ഥ് സംശയത്തോടെ അവൾ നോക്കിയപ്പോൾ മേഘ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. എന്നാലും സംശയത്തോടെ അവൻ എന്തോ ചോദിക്കാൻ പോയതും കാര്യം എന്താണെന്ന് മനസ്സിലായ മേഘ അവന്റെ ചുണ്ടിൽ തന്നെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ആ പ്രവൃത്തിയിൽ ചോദിക്കാൻ വന്ന ചോദ്യം സിദ്ധാർത്ഥ് വിട്ടുകളഞ്ഞു. ആവേശത്തോടെ രണ്ടുപേരും പരസ്പരം അറിഞ്ഞു തുടങ്ങി. പാതിരാത്രിയിൽ എപ്പോഴോ കുഞ്ഞു കുഞ്ഞു മുത്തങ്ങൾ തളർന്നു കിടക്കുന്ന മേഘ കൊടുത്ത് സിദ്ധാർത്ഥ് ഉറക്കത്തിലേക്ക് വീണു. കാലൻ കോഴിയുടെ അതിഭീകരമായ ശബ്ദം കേട്ടാണ് വൈദേഹി ഉറക്കത്തിൽ നിന്നുണർന്നത്. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. ജനലിന്റെ അടുത്ത് നിന്ന് എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. മുറിയിലെ ലൈറ്റുകൾ തെളിച്ചവൾ ജനലിൽ തുറന്നിട്ടുള്ള മുറ്റത്തെ കൂറ്റൻ ഇലഞ്ഞി മരത്തിന്റെ മേലാണ് തിരിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ണെത്താവുന്ന ദൂരത്തോളം വൈദേഹി മരത്തിന്റെ മുകളിലേക്ക് നോക്കി. ഇരുട്ടിൽ കാഴ്ച വ്യക്തമാവുന്നില്ല. ജനലുകൾ തുറന്നിട്ടപ്പോൾ പേടിപ്പെടുത്തുന്ന വിധത്തിൽ ഒന്നുകൂടെ അതിന്റെ ശബ്ദം രൂക്ഷമായി. ഭയം എന്താണെന്നറിയാത്ത വൈദേഹിയുടെ ഉള്ളിൽ അത് കേട്ടപ്പോൾ ചെറിയൊരു ഭയം കൂടുകൂട്ടി. അടുത്ത നിമിഷം തന്നെ കറുത്ത നിറത്തിലുള്ള ഭീമാകാരനായ ഏതോ ഒരു പക്ഷി വൈദേഹിയുടെ ജനലിന്റെ അരികിൽ ചിറകിട്ടടിച്ചു വന്നു. പെട്ടെന്ന് പകച്ചുപോയ വൈദേഹി ജനലുകൾ അടക്കാൻ നോക്കിയപ്പോഴേക്കും ആ പക്ഷിയുടെ നീണ്ട ചിറകുകൾ ജനലിന്റെ അഴികൾക്കിടയിലൂടെ അവളുടെ കണ്ണിൽ വന്ന് തട്ടി. കണ്ണിലടിച്ചപ്പോഴുണ്ടായ വേദന കൊണ്ട് പുളഞ്ഞ വൈദേഹി ഉറക്കിയൊന്ന് നിലവിളിച്ചു പോയി. ആ സമയം തന്നെ ആ പക്ഷി അവിടുന്ന് പറക്കുകയും വൈദേഹി ജനലുകൾ വലിച്ചടക്കുകയും ചെയ്തു. എന്തോ ഒരു ദുസൂചന പോലെ എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ബലിക്ക് സമയമാകാൻ പോകുന്നു, ചിലപ്പോൾ അതിന്റെ ഓർമ്മപ്പെടുത്തലാവാം. വൈദേഹി സ്വയം ആശ്വസിച്ചു. ഇനി വെച്ച് താമസിക്കാൻ പറ്റില്ല, കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് നീക്കണം.
ജീവന്റെ കാര്യത്തിലും പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആവണി അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാലേ താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. മേഘയ്ക്ക് ഗർഭിണിയാവാതിരിക്കാൻ ആ പൊടി കൊടുക്കുന്നില്ല എന്ന് ഉഷയോട് നേരം വെളുക്കുമ്പോൾ തന്നെ ചെന്ന് ചോദിച്ച് ഉറപ്പിക്കണമെന്നൊക്കെ കരുതി വൈദേഹി ഉറങ്ങാനായി കിടന്നു. പക്ഷേ എന്തൊക്കെയോ പേടിപ്പിക്കുന്ന ചിന്തകളാൽ ആൾക്ക് ഉറങ്ങാൻ തന്നെ സാധിച്ചില്ല. പുളിച്ചു പൊന്തിയ ദോശമാവിൽ അല്പം ഉപ്പ് ചേർത്ത് ഇളക്കി നിൽക്കുകയായിരുന്നു ഉഷ. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. സുജാത സാമ്പാറിനുള്ള കഷ്ടങ്ങൾ നുറുക്കുകയാണ്. പ്രാതലിനുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം പുറം പണികളിലേക്ക് തിരിയാൻ. ചമ്മന്തിക്കുള്ള തേങ്ങ ചിരവിയെടുക്കുന്ന നേരമാണ് അടുക്കള വാതിൽക്കൽ ആരോ മുട്ടുന്ന പോലെ ഉഷയ്ക്ക് തോന്നിയത്. കേട്ടപ്പോൾ തന്നെ ഉഷയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ സുജാതയെ ഒന്ന് ഒളികണ്ടിട്ട് നോക്കി. സുജാതയും കേട്ടിരുന്നു ആ ശബ്ദം. കണ്ണുകൾ കൊണ്ട് നീ തന്നെ തുറന്നോ എന്ന് സുജാത ആംഗ്യം കാണിച്ചു. ഉഷ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ വിചാരിച്ച പോലെ തന്നെ വൈദേഹി തന്നെയാണ്. ഉറങ്ങാത്ത പോലെ കണ്ണുകൾ വീർത്തിരിക്കുന്നു. എപ്പോഴും നല്ല ഭംഗിയിൽ മാത്രം വിടർത്തിയിടുന്ന മുടി ജട പിടിച്ച പോലെ ചുവന്ന പട്ടുസാരി ആകെ ഉലഞ്ഞിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. വൈദേഹി ഉഷയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നീ ആ മരുന്ന് അവൾ കൊടുക്കാറില്ലേ? പ്രതീക്ഷിച്ചിരുന്ന ചോദ്യമാണെങ്കിലും അത് കേട്ടപ്പോൾ ഉഷയാകെ പേടിച്ചു പോയി. ഉണ്ട്, കൊടുക്കാറുണ്ട്. പതിരിയാണെങ്കിൽ അവൾ കള്ളം പറഞ്ഞ് ഒപ്പിച്ചു. എന്തു വന്നാലും അതിന് മുടക്കം വരുത്തരുത്, കേട്ടല്ലോ? ഒവ്. കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് വൈദേഹി പറഞ്ഞപ്പോൾ ഉഷ പേടിച്ച് വരച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ വൈദേഹി അവിടെ നിന്നും പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.